ഇൻസ്റ്റാഗ്രാമിലും ഡിസൈനർ വീട് മാഗസീനിലൊക്കെ ബാത്റൂംസ് കണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് അതേപോലത്തെ ടൈൽസ് ഒക്കെ എടുപ്പിച്ച് ഏകദേശം അതേപോലെയൊക്കെ വിരിച്ച് വന്നിട്ടും ചെയ്തു വന്നപ്പം ഈ ബാത്റൂംസ് കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റീൽസിൽ കണ്ട ബാത്റൂം പോലെയോ അല്ലെങ്കിൽ ഡിസൈനറിലോ അല്ലെ വീട്ടിൽ കണ്ട ബാത്റൂം പോലെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീടിന്റെ ഹോം ടൂർ വീഡിയോക്കകത്ത് കണ്ട ബാത്റൂമിനെ പോലെയോ ആ എഫക്റ്റ് വന്നില്ല. എന്തുമായിരിക്കും അതിനുള്ള കാരണം പലതും ആവാം. പക്ഷെ ഒരു കോമൺ കാരണം, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാരണം, നിങ്ങൾ ചെയ്ത ബാത്റൂമിനകത്ത് ഒരു ലെഡ്ജ് മിസ്സിംഗ് ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ലെഡ്ജ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ലെഡ്ജ് ഇൻ എ ബാത്റൂം. വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. കൊല്ലത്തെ നമ്പർ 1 ഡെസ്റ്റിനേഷൻ ഫോർ ക്വാളിറ്റി ടൈൽസ് ആൻഡ് ക്വാളിറ്റി സാനിറ്ററി വെയർ, ഓൾ വാല്യൂ ഫോർ മണി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ലെഡ്ജ്, അല്ലെങ്കിൽ ബാത്റൂംസിനകത്ത് അല്ലെങ്കിൽ ബാത്റൂമിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ ലെഡ്ജ് പ്ലേ ചെയ്യുന്ന റോൾ. അപ്പം ലെഡ്ജ് എന്തുവാന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ സൈഡിലിരിക്കുന്ന ഇവിടെ 3 ബാത്റൂം ഉണ്ട്, ഇവിടെ 3 ബാത്റൂം ഉണ്ട്. ഈ 6 ബാത്റൂമിലും ഒരു 5 ബാത്റൂമിന് ലെഡ്ജ് ഉണ്ട്. അതായത് ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ ലെഡ്ജ് ഇല്ലാത്ത ബാത്റൂം. അപ്പൊ ഈ ലെഡ്ജ് എന്തുവാന്ന് നമുക്കിപ്പം കണ്ടു നോക്കാം. ലെഡ്ജിനെ കുറിച്ച് ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് ആദ്യം ലെഡ്ജ് അങ്ങ് കാണിക്കാം. അപ്പൊ ഈ ബാത്റൂമിനകത്ത് നമുക്ക് കാണാം ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ ആണ്. കജാരി എറ്റർണിറ്റിയുടെ കെൻറ്റേറ സീരീസ് ആണ്. കാർവിംഗിലെ പ്രീമിയം റേഞ്ച് ആണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കാണുന്ന പാർട്ട്, അതായത് ഈ പാർട്ട് സ്വല്പം ഭിത്തിന്ന് മുമ്പോട്ട് നിൽക്കുകയാണ്. നോർമലി നമ്മൾ ഇത് ചെയ്യുന്നത് കൺസീൽ ടാങ്ക്, വാൾ ഹാങ് ക്ലോസറിന്റെ കൺസീൽ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ലെഡ്ജിന്റെ ലിറ്ററൽ മീനിങ് എന്തുവാണെന്ന് ഇതിനകത്ത് 2 മീനിങ് പറയുന്നുണ്ട്. അത് കേട്ടോ. A relatively narrow projecting part as a horizontal shelf-like projection on a wall or a raised edge on a tray. ഇനി ഇതിന്റെ രണ്ടാമത്തെ മീനിങ് പറയുന്നതെന്ന് വെച്ചാൽ a more or less flat shelf of rock protruding from a cliff or a slope. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ മീനിങ് അവിടെ നിന്നായിരുന്നു. ബാത്റൂമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മലകളും അല്ലെ പാറമലകളും ഒക്കെ ഉണ്ട്. അപ്പം പാറമലയിൽ ഒരു മലയുടെ പുറത്തുനിന്ന് ഒരു പാറ മാത്രം ഇങ്ങനെ മുമ്പോട്ട് നിൽക്കുന്നതിനായിരുന്നു ഒറിജിനലി ലെഡ്ജ് എന്ന് പറഞ്ഞ് ഈ ഒരു ഡെഫിനേഷൻ തന്നത്. പക്ഷേ പിൽക്കാലത്ത് നമുക്ക് ബാത്റൂംസ് ഉണ്ടായി. ബാത്റൂംസിനകത്ത് നമ്മൾ കൺസീൽ ടാങ്ക് വെക്കാൻ തുടങ്ങി. കൺസീൽ ടാങ്ക് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ലെഡ്ജ് വാളിന്റെ ആവശ്യം വരാൻ തുടങ്ങി. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭിത്തി 9 ഇഞ്ച് ആയിരിക്കും. കൺസീൽ ടാങ്ക് വെക്കണമെങ്കിൽ 5 ഇഞ്ച് വേണം. അപ്പോൾ 9 ഇഞ്ചിന്ന് നമ്മൾ 5 ഇഞ്ച് പൊട്ടിച്ച് കളഞ്ഞാൽ ആ ഭിത്തിയുടെ സ്ട്രെങ്ത് കോംപ്രമൈസ് ആയി പോകും. അതുകൊണ്ടാണ് ലെഡ്ജ് വാള് ആർക്കിടെക്ട്സ് ഇൻവെന്റ് ചെയ്തത്. ലെഡ്ജ് വാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാൾ ചെയ്തേക്കുന്ന ആ ഒരു ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ എസ്തെറ്റിക്കലി ഈ ലെഡ്ജ് വാള് ബാത്റൂംസിന്റെ ലുക്കിനെ ട്രാൻസ്ഫോം ചെയ്ത് കളഞ്ഞു. കാരണം നമുക്കറിയാം ഒരു 60കളിലെ അല്ലെങ്കിൽ 70കളിലെ ബാത്റൂംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 50-60 സ്ക്വയർ ഫീറ്റ് വലിയ ബാത്റൂം ആയിരിക്കും. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കാണില്ല. പക്ക സ്ക്വയർ ആയിരിക്കും. അന്നത്തെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ടൈൽസ് എന്ത് കിട്ടുന്നോ അത് അവിടെ ഇട്ട് വളരെ ബേസിക് ക്ലോസറ്റ്സും ഫോസറ്റ്സും എല്ലാം വെച്ച് അത് ഇന്നും പഴയ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസസ് അല്ലെങ്കിൽ പഴയ വീടുകൾ തൃശ്ശൂർ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകളുണ്ട്. എനിക്കറിയാം എങ്ങനെയാണ് ഈ ലെഡ്ജ് നമുക്ക് ബാത്റൂം ചെയ്യാൻ സഹായിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ചുറ്റും ഇപ്പോൾ ഉള്ള ഒരു 9 ബാത്റൂംസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഞാൻ നിൽക്കുന്നിടത്ത് 9 ലൈവ് മോക്കപ്പ് ഉണ്ട്. 9 ലൈവ് മോക്കപ്പിൽ 7 എണ്ണത്തിലെ ലെഡ്ജ് ഉണ്ട്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തുവാണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു സ്പേസും അതിനൊരു 3D എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആ സ്പേസ് കുറച്ചുകൂടെ ക്യാപ്റ്റിവേറ്റിംഗ് ആവും. ആ സ്പേസ് അപ്പം നമ്മൾ റീൽസിലും അതേപോലെ പല മാഗസീൻസിലും കണ്ട വീടുകൾ കാണുമ്പം ഈ കാണുന്ന സമയത്ത് അതിന്റെ എൻറ്റയറിറ്റിയിലുള്ള ബ്യൂട്ടിയാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഇൻഡിവിജ്വൽ എലമെന്റ്സ് നമ്മൾ ടൈലിനപ്പുറത്തോ അല്ലെങ്കിൽ ഉപയോഗിച്ചേക്കുന്ന സാനിറ്ററി വെയറിനപ്പുറത്തോട്ടോ നമ്മൾ ചിന്തിക്കത്തില്ല. അതേപോലെ നമ്മുടെ വീട് ചെയ്യുമ്പോൾ പലരും ഈ ലെഡ്ജ് വാള് അല്ലെങ്കിൽ വാൾ ഹാങ് ക്ലോസറ്റ്സേ ഒഴിവാക്കും. ഞാൻ ഈ പറയുന്നത് വളരെ ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലീസിന്റെ കാര്യമാണ് പറയുന്നത്. വിച്ച് ഈസ് ഞങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമർ ആണ്. പക്ഷെ അവർക്ക് പേടിയാണ് ഈ വാൾ ഹാങ് ക്ലോസറ്റ്സ് ലൂസായി പോകും, അല്ലെങ്കിൽ ഇത് നമ്മുടെ വെയിറ്റ് എടുക്കത്തില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഇത് ശരിയാക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊന്നുമല്ല. കാരണം ഇന്ന് വേൾഡിലെ ടോട്ടൽ സെയിലിന്റെ പകുതിക്കാട്ടിലും കൂടുതൽ വാൾ ഹാങ് ക്ലോസറ്റ്സ് ആണ് പോകുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചല്ല. അത് നമ്മുടെ സാനിറ്ററി വെയർ സെക്ഷനിൽ അത് സെപ്പറേറ്റ് കവർ ചെയ്യും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ലെഡ്ജ് വാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3D പ്രൊജക്ഷൻ ഒരു ബാത്റൂമിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഈ ബാത്റൂമിനെ ട്രാൻസ്ഫോം ചെയ്യും. അപ്പം അത് ലൈവായിട്ട് ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഡിഫറൻസ്. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന 4x2 ഒരു ലെഡ്ജ് വാൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന 4x4 ഒരു ലെഡ്ജ് വാൾ. രണ്ടും 2 എസ്തെറ്റിക്ക, രണ്ടിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് വേറൊരു ലെഡ്ജ് വാൾ ഇവിടെ നമുക്ക് കാണാം.
ഈ കാണുന്നത് ഒരു 8x4 ലെഡ്ജ് വാളാണ്. ഇതാണ് നമുക്കൊരു ബാത്റൂമിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ലെഡ്ജ് വാൾ. ഇനി ഇതിന്റെ തന്നെ ഫുൾ സൈസ് ഹൈറ്റിൽ 2 ഫീറ്റിന്റെ ഒരു ലെഡ്ജ് വാൾ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭിത്തി, ഈ പോർഷൻ, ഇതൊരു 2 ഫീറ്റിന്റെ ഫുൾ ഹൈറ്റ്, അതായത് 8 ഫീറ്റ് ബൈ 2 ഫീറ്റിന് നേരത്തെ കണ്ടതിന്റെ നേരെ പകുതി സൈസ് ഒരു ലെഡ്ജ് വാളാണ്. ഇതിനകത്ത് നമ്മൾ ഒട്ടിച്ചേക്കുന്ന ടൈല് കജാരിയ ഇൻഫിനിറ്റിയുടെ ഒരു വളരെ സബ് 50 റുപ്പീസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിട്രിഫൈഡ് GVT ടൈലാണ്. പക്ഷേ ഞങ്ങൾ ഇതിനെ വെച്ചേക്കുന്നത് വളരെ പ്രീമിയം സ്പേസിലാണ്. ശരിക്കും വില വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പ്രീമിയം വീട്ടിൽ ഇത് കൺസിഡറേ ചെയ്യത്തില്ല. പക്ഷേ ഇത്രയും കുറഞ്ഞ ടൈൽ ആണെങ്കിലും, അതായത് കുറഞ്ഞ വിലക്കുള്ള ടൈൽ ആണെങ്കിൽ പോലും ഈ സ്പേസിനകത്ത് ഒരു ലെഡ്ജ് വാൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ഹൈലൈറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് കളർ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു ബാത്റൂമാണ്. പക്ഷേ ഇതിന്റെ ലുക്ക് ഒരു ടൈംലെസ് ലുക്കായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനെക്കാട്ടിലും ബെറ്റർ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ഡെപ്ത് കൂടിയ പ്രിന്റും എല്ലാം ഉള്ള ഒരു ടൈല് വളരെ വില കൂടി, അതായത് ഇത് സബ് 50 റുപ്പീസ് ആണെങ്കിൽ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ നേരെ ഇരട്ടി വിലയ്ക്കുള്ള ബാത്റൂമാണ് കാണിക്കാൻ പോകുന്നത്. ആ ബാത്റൂമിൽ ലെഡ്ജ് വാൾ ഇല്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന കജാരി എറ്റർണിറ്റിയുടെ സിൽവർ റിവർ സീരീസ് ആണ്. സിൽവർ റിവർ സീരീസ് കജാരിയുടെ ടോപ്പ് ലൈൻ പ്രൊഡക്റ്റ് ആണ്. കാർവിംഗ് ടൈലാണ്, വളരെയധികം സെയിലുള്ള, വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ടൈലാണ്. പക്ഷേ ഈ ക്യൂബിക്കളിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെഡ്ജും ഇല്ല. ഇത് പ്ലെയിൻ 2 ഡയമെൻഷണൽ ബാത്റൂമാണ്. ഈ ടൈൽ ഇത്രയും നല്ല ആയതുകൊണ്ട് ഇത് കാണാൻ ഭംഗിയാം. ബട്ട് അതർവൈസ് ഇതൊരു അബ്സല്യൂട്ട്ലി പ്ലെയിൻ ടൈലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരാളും ഇത് എടുക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഫ്ലോർ ഓപ്ഷൻ ആയിട്ട് കാണിക്കാനാണ് ചെയ്ത് വെച്ചേക്കുന്നത്, ബാത്റൂം ആയിട്ടല്ല. എന്നാൽ ഇതിന്റെ നേരെ പകുതി വിലയ്ക്കുള്ള ഒരു ബാത്റൂമാണ് കജാരിയ ഇൻഫിനിറ്റിയുടെ ഇവിടെ ചെയ്തേക്കുന്ന ബാത്റൂം. ഈ സൈഡ് നേരെ പകുതി വിലയാണ്. എനിക്കറിയത്തില്ല വീഡിയോയിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു എസ്തെറ്റിക്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, പക്ഷേ ഓൾമോസ്റ്റ് 50% കോസ്റ്റ് ഉള്ള ഒരു ബാത്റൂമാണ്. ഒരു 4x4 ലെഡ്ജ് ഉണ്ട്, ഒരു കട്ടിങ്ങോ സ്ലിറ്റിങ്ങോ ഒന്നുമില്ല, പ്ലെയിൻ ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ അതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ലുക്കാണ്. കൊണ്ടുപോയിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണ് ഈ ടൈൽ ഉപയോഗിച്ച്. അതുകൊണ്ട് ലെഡ്ജിന്റെ ഇമ്പോർട്ടൻസ് ഒരു ബാത്റൂമിനകത്ത് വളരെ വലുതാണ്. ഇനി നമുക്ക് ഈ ലെഡ്ജിൽ നിന്ന് മാറി, ലെഡ്ജ് നമ്മൾ പറയാൻ പോകുന്ന എസ്തെറ്റിക്സിന്റെ ഏറ്റവും ബേസിക് ആപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മുടെ ബാത്റൂമിനെ നമുക്ക് അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്കൊരു ലെഡ്ജ്. ഇനി സപ്പോസ് നമ്മൾ വാൾ ഹാങ് ക്ലോസറ്റ്സ് അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫ്ലോർ മൗണ്ടഡാണ് യൂസ് ചെയ്യുന്നത്, അന്നേരം ബാത്റൂം എങ്ങനെ ഇരിക്കും? ബാത്റൂം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെക്കമെൻഡേഷനിൽ ബാത്റൂം ഇതിനകത്ത് ഒരു അട്രാക്ഷൻ കാണത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ഫോൾസ് ലെഡ്ജ് കെട്ടാം. ഫോൾസ് ലെഡ്ജ് എന്ന് പറയുമ്പം ഒരാവശ്യമില്ലാതെ ജസ്റ്റ് ഒരു കട്ട എന്ന് പറയുമ്പോൾ വിത്ത് പ്ലാസ്റ്റർ ഏകദേശം 5 ഇഞ്ച് വരും. അപ്പോൾ ഒരു 5 ഇഞ്ച് നമുക്ക് നമ്മുടെ ബാത്റൂമിനകത്ത് സ്പേസ് ഏതെങ്കിലും ഒരു വാളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷനിൽ ഒരു 5 ഇഞ്ച് നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സാക്രിഫൈസ് ചെയ്യുന്ന ആ ഏരിയ അല്ലെങ്കിൽ ആ ബാത്റൂമിന്റെ വോളിയൂമിന് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന എസ്തെറ്റിക് വാല്യൂ വളരെ വലുതാണ്. അപ്പം ഇനി ബാത്റൂം ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫോൾസ് ലെഡ്ജ് കെട്ടാൻ മടിക്കരുത്. ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു കൺസീൽ ടാങ്കിന്റെ ആവശ്യം ഇല്ലെങ്കിലും എവിടെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഫോൾസ് ലെഡ്ജ്, അത് 2x4 ആവാം, ഇതേപോലെ 4x4 ആവാം, അല്ലെങ്കിൽ 8x4 ആവാം, അല്ലെങ്കിൽ 8x2 ആകാം. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ. നിങ്ങൾ ബാത്റൂം ചെയ്യുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു 3 ഡയമെൻഷണൽ പ്രൊജക്ഷൻ അതിനകത്ത് ഉണ്ടാക്കാൻ നോക്കണം. ഈ 3 ഡയമെൻഷണൽ പ്രൊജക്ഷൻ നമുക്ക് ലെഡ്ജ് വാൾ വെച്ച് മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുക. സപ്പോസ് ഈ ബാത്റൂമിന്റെ ബാക്കിൽ ഒരു ബെഡ്റൂം ആണ്, അല്ലെങ്കിൽ ഈ ഒരു എൽ ഷേപ്പിന്റെ ബാക്കിൽ ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ശരിക്കും അവിടുന്ന് ഒരു ഷെൽഫ് അകത്തോട്ട് ഒരു 1.5 അടിയുടെ അല്ലെങ്കിൽ ഒരു 15 ഇഞ്ചിന്റെ ഒരു കബേർഡ് പോലെ, ഓപ്പൺ കബോർഡ് പോലെ ഒരു സ്പേസ് അകത്തോട്ട് തെള്ളിയാൽ ഇവിടെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഞാൻ ഇപ്പം കാണിച്ചു തരാം. എന്തുവാ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിന്റെ ബാക്കിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിനകത്ത് നമ്മൾ ഒരു ഓപ്പൺ കബോർഡ് കൊടുക്കുകയാണെങ്കിൽ ആ തെള്ള് ഒരു 15 ഇഞ്ചിന്റെ ഒരു തെള്ള് ഈ ബാത്റൂമിന് അകത്തോട്ട് വരും. നമുക്ക് ഇതുപോലൊരു കോർണർ പ്രൊജക്ഷൻ നമുക്ക് കിട്ടും. ഇത് വളരെ ചെറുതാ, പക്ഷെ ഈ കോർണർ പ്രൊജക്ഷൻ തന്നെ ഒരു 1.5 അടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണാൻ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു നാച്ചുറൽ ലെഡ്ജ് കിട്ടും. ഈ നാച്ചുറൽ ലെഡ്ജിന് നമുക്ക് ബെഡ്റൂമിനകത്ത് ഒരു യൂസ് വരും, ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആയിട്ട്. അപ്പം ഏതെങ്കിലും വിധേന നിങ്ങൾ ഏത് ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് നോക്കിയാലും ഒരിക്കലും നിങ്ങൾക്ക് പ്ലെയിൻ സ്ക്വയർ ബാത്റൂംസ് കാണാൻ കിട്ടില്ല. ഒരെണ്ണം കൂടെ കാണിക്കാം. പ്ലെയിൻ ബാത്റൂമിന്റെ ഒരു എക്സാമ്പിളും കൂടെ ഇവിടെ കാണിക്കാം. ഇതും പ്ലെയിൻ ലെഡ്ജ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ എഫക്റ്റ് ഇല്ലാത്ത ഒരു ബാത്റൂമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മുടെ ഒരു 90% ബാത്റൂംസ് കേരളത്തിൽ ചെയ്യുന്ന എല്ലാം ഇതേപോലെ തന്നെ. അപ്പം ഇവിടെ ഒരു 3D എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി, ഒരു അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോർണറിൽ 8 ഇഞ്ചിന്റെ സ്ലിറ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ സ്ലിറ്റിംഗ് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാവരും പ്ലെയിൻ ടൈൽ ആപ്ലിക്കേഷൻ ആണ് ആവശ്യപ്പെടുന്നത്. അതേപോലെ നമുക്ക് സ്ലിറ്റിംഗ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചേക്കുന്നത്, ഇവിടെയും അതേപോലെ ഒരു ലെഡ്ജ്ലെസ്
അല്ലെ പ്ലെയിൻ 2-dimensional ബാത്റൂമാണ്. ഇതിനകത്ത് നമ്മൾ ലെഡ്ജിന് പകരം ഒരു വളരെ ഹൈ ഡെപ്ത് ഹൈലൈറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കജാരി എറ്റർണിറ്റിയുടെ മെറ്റീരിയലാണ്. ഇത് നമ്മൾ കണ്ട ഒരു അൺബ്രാൻഡഡ് മെറ്റീരിയലിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ മെറ്റീരിയലാണ്. അപ്പം ഇവിടെ നമ്മൾ ആ ഒരു 3D എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്പേസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈലൈറ്റർ ഇവിടെ മെനോർക്ക ഗ്രേ എന്ന് പറയുന്ന ഈ ഹൈലൈറ്റർ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ ഇതിനെക്കാട്ടിലും എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ അതേ ബാത്റൂമിൽ ഇതേപോലെ ഒരു ലെഡ്ജ് ചെയ്തിട്ട് ആ ലെഡ്ജിനകത്ത് നമ്മളൊരു ഹൈലൈറ്റർ വെച്ചാൽ അതിന്റെ അട്രാക്ഷൻ ഒന്നും വേറെ തന്നെ. ഇത് കജാരിയുടെ ഒരു പ്രീമിയം റേഞ്ച് ബാത്റൂമാണ്. പക്ഷേ കജാരിയ ഇൻഫിനിറ്റിയുടെ തന്നെ sub 50 റേഞ്ച് മെറ്റീരിയലിനകത്ത് ഇൻഫിനിറ്റിയുടെ വരുന്നതിനകത്താണ് ഈ ബാത്റൂം ചെയ്തേക്കുന്നത്. എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കാണാൻ ബെറ്ററും ക്ലാസിക്കുമാണ് ഇത്. കാരണം ഇതിനകത്ത് ഈ ഒരു ചെറിയ ലെഡ്ജ് വാൾ വന്നുകൊണ്ട് ഇതിന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ലുക്കാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു എസ്തെറ്റിക് ആണ്. അപ്പം ഇനിയും ബാത്റൂം ചെയ്യുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ലെഡ്ജ്, ഒരു 3D എപ്പോഴും നമുക്ക് പ്രൊജക്ഷൻ തന്നെ ആകണമെന്നില്ല. നമ്മൾ ഈ ഒരു ലെഡ്ജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെഡ്ജിനകത്ത് നമുക്ക് ഷെൽഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പല വീഡിയോസിലും റീൽസിലും നമ്മൾ കണ്ടിട്ടുണ്ട് സോപ്പ് വെക്കാനും ഷാംപൂ ബോട്ടിൽസ് വെക്കാനും നമ്മൾ അകത്തോട്ട് ഒരു സ്പേസ് കാണുന്നത്. അതിപ്പോൾ 1.5-1 2 സ്പേസ് ഇതിനകത്ത് ചെയ്യാം. അതിനെ LED വെച്ച് ലൈറ്റപ്പ് ചെയ്യാം. അപ്പം ഈ സ്പേസസ് ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ നാച്ചുറൽ ഭിത്തിക്കകത്ത് 9 ഇഞ്ചിനകത്ത് നമ്മൾ ഈ കാർഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തോ പറ്റുന്ന വെച്ചാൽ ആ ഭിത്തി വീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിന് ഒറിജിനൽ ഭിത്തി അതിൻ്റെ സ്ട്രെങ്ത്, കാരണം അത് മൊത്തം RCCയുടെ ലോഡ് ബെയർ ചെയ്യുന്ന ഭിത്തിയാണ്. അപ്പം അതിനെ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഒരു ഫോൾസ് ലെഡ്ജ് കെട്ടിക്കഴിഞ്ഞാൽ ആ ഫോൾസ് ലെഡ്ജിനകത്ത് നമുക്ക് 2-3 ഷെൽഫ് ചെയ്യാം. ആ ഷെൽഫിനെ നമുക്ക് ലൈറ്റപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വീട് നമ്മുടെ കുറച്ചുകൂടെ റീൽസിലും അല്ല ഈ മാഗസീൻസിലും കാണുന്ന ബാത്റൂം പോലെ ഡെഫിനറ്റ്ലി ആക്കാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ചെറിയ ചെലവാണ്, വളരെ ചെറിയ ചെലവാണ് വീടിന്റെ ചെലവ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇത് തരുന്ന മാറ്റം, ഇത് തരുന്ന ഒരു എഫക്റ്റ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതേപോലെ ഇനിയും ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് ഇനിയും വരാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.